പ്ലസ് ടു എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ 1 ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. ഓപ്ഷൻ എ ജെ.എം. കെയ്ൻസ്, ഓപ്ഷൻ ബി ജെ.ബി. സേ, ഓപ്ഷൻ സി ആഡം സ്മിത്ത്, ഓപ്ഷൻ ഡി അമർത്യ സെൻ. ഇതിൽ ഏതാണ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്? ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ആഡം സ്മിത്ത് ആണ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഹും ടു പ്രൊഡ്യൂസ് ഇസ് എ പ്രോബ്ലം റിലേറ്റഡ് ടു. നമുക്ക് 3 സെൻട്രൽ പ്രോബ്ലംസ് ആണുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, രണ്ടാമത്തെ ഹൗ ടു പ്രൊഡ്യൂസ്, മൂന്നാമത്തെ ആണ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്തിനോട് റിലേറ്റഡ് ആണ്? നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. എ ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ, ബി സെലക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം, ഡി പ്രൈസ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകത്തിനോടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. ഈ ക്വസ്റ്റ്യനും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് വായിക്കാം. എ അബൻഡൻസസ് ഓഫ് റിസോഴ്സസ്, ബി എഫിഷ്യൻസി ഇൻ ടെക്നോളജി, സി ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി, ഡി സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ്. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ബിയും സിയും എന്തായാലും വരില്ല. കാരണം ബി എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻ ടെക്നോളജി നല്ലൊരു കാര്യമാണ്. സി ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി, ഇത് രണ്ടും ഒരു പ്രോബ്ലം അല്ല അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഒന്നെങ്കിൽ എ ആയിരിക്കും അല്ലെങ്കിൽ ഡി ആയിരിക്കും. ഇവിടെ നമുക്ക് പ്രോബ്ലം ഓഫ് ചോയ്സ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് എ പോയിന്റ് ഇൻസൈഡ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ റെപ്രസെൻറ്റ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ വേറൊരു പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ. PPC, അതായത് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഉള്ളിൽ വരുന്ന പോയിന്റിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഓപ്ഷൻ എ ദ മാക്സിമം യൂസ് ഓഫ് റിസോഴ്സസ്, ഓപ്ഷൻ ബി അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഓപ്ഷൻ സി ദ ഓവർ യൂസ് ഓഫ് റിസോഴ്സസ്, ഓപ്ഷൻ ഡി ദ ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. നിങ്ങളുടെ ആൻസർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.